നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തക്കാളി കുല കുത്തി കായ്ക്കാൻ നമുക്ക് ഇതുപോലെ കണ്ടോ വേര് പിടിപ്പിച്ചിട്ട് നമുക്ക് വെച്ച് പിടിപ്പിച്ചാൽ മതിയേ. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തക്കാളി കുല കുത്തി കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണേ. നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് നമ്മൾ കുറച്ച് കെയറിങ് ഒക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളി നിറയെ കായ്ക്കും. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് നഴ്സറികളിലൊക്കെ തക്കാളിയുടെ ഹൈബ്രിഡ് ഇനങ്ങൾ പല ടൈപ്പ് നമുക്ക് ലഭിക്കും. അത് ധാരാളം കായ്കൾ ലഭിക്കുന്ന ഇനങ്ങളൊക്കെ നമുക്ക് കിട്ടും. എന്നാൽ ചില നഴ്സറികളിൽ നമുക്ക് കാണാൻ പറ്റും തൈകളായിട്ട് അവരുണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പക്ഷേ അത് ഏത് ഇനമാണെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് നല്ല ഇനം നോക്കി നമുക്ക് തക്കാളിയുടെ വിത്തുകൾ പാകി നമുക്ക് മുളപ്പിച്ചെടുത്ത ചെടിയെ നട്ടുപിടിപ്പിക്കാം. ഒന്നാമത്തെ രീതി അതാണ്. അങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന ഇനം നല്ല ഇനമാണെങ്കിൽ, നല്ല ഹൈബ്രിഡ് ഇനമാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ അത് കയറി വരികയും ചെയ്യും. അതിൽ ധാരാളം കായ്കൾ നമുക്ക് ഉണ്ടായിക്കിട്ടും. വിത്തുകൾ നമ്മൾ സൂഡോമോണസിലോ അഥവാ കഞ്ഞിവെള്ളത്തിലോ കുതിർത്തതിന് ശേഷം നമ്മൾ നടുവാണെങ്കിൽ നമുക്കതിന് നല്ലൊരു റിസൾട്ട് കിട്ടും. നമുക്കറിയാം സൂഡോമോണസിൽ ഞാൻ ഏത് വിത്തും സൂഡോമോണസിലാണ് കുതിർത്തിട്ടാണ് നട്ടുപിടിപ്പിക്കുന്നത്. അപ്പം നല്ല കരുത്തായിട്ടുള്ള വിത്തുകൾ മുളച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ തൈകൾക്ക് നല്ല കരുത്തുള്ള തൈകളായിരിക്കും മുളച്ച് കിട്ടുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ അതുപോലെ മുളപ്പിച്ചെടുത്തതാണേ. അങ്ങനെ മുളപ്പിച്ചെടുത്തതാണ്. അതിൽ ടൊമാറ്റോ കണ്ടോ തക്കാളിയായി കായ് പിടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ് വെച്ചിട്ടും തക്കാളിയുടെ തൈ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് കമ്പ് വെച്ചിട്ട് മുളപ്പിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ തക്കാളിയുടെ ഓരോ സ്റ്റെമ്മിൻ്റെ ഇടയ്ക്ക് ഒരു കമ്പ് മുളച്ച് വരും. അതിന് നമ്മൾ സക്ര എന്നാണ് പറയുന്നത്. അത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മുടെ ചെടിക്ക് കായ്കൾ കുറവായി പോവും. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേറൊരു ഇതിലോട്ട് നമുക്ക് വെച്ച് പിടിപ്പിച്ചാലുണ്ടല്ലോ നമുക്ക് നല്ലൊരു തക്കാളി തൈ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല അതിൽ നിറയെ കായ്കളുണ്ടാവും. നമ്മൾ അങ്ങനെ വെച്ച് പിടിപ്പിക്കുന്ന സക്കർ നമ്മൾ തൈയാക്കിയാൽ അതിൽ നിറയെ കായ്കളുണ്ടാവുമേ. അപ്പോൾ ഇതിൽ നോക്കിയേ, ഇതൊരു സക്കറാണേ. ഈ സ്റ്റെമ്മിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ മുളച്ച് നിൽക്കുന്ന ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയും. സാധാരണയായി നമ്മൾ പലപ്പോഴും അത് എടുക്കാതെ കട്ട് ചെയ്ത് കളയുകയാണ് ഓരോരുത്തരും ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് ഈ സക്കറിനെ എടുത്തിട്ട് ഇത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത ഒരു ബ്ലേഡ് കൊണ്ട് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമേ. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, അത് കട്ട് ചെയ്തു. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് ഇത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ, ചെറിയൊരു സ്റ്റെമ്മാണേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ സക്കർ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ നല്ല പുഷ്ടി കുറയും. മാത്രമല്ല അതിലുണ്ടാകുന്ന കായ്ഫലം കുറവാകും. അപ്പോൾ നമ്മളെപ്പോഴും ആ സക്കറിനെ കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കണം. കളയുമല്ല, നമ്മളതിനെ ഒരു തൈയാക്കി നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഞാൻ തൈയാക്കി മാറ്റിയെടുത്ത കണ്ടോ, ഇതിന് റൂട്ട് വന്നിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. കണ്ടോ, ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ്സാണ്. ഇതിലാണ് നമ്മൾ ആ സക്കറിനെ നട്ടു കൊടുത്തത്. നമുക്കൊരു 3 ദിവസം കൊണ്ട് തന്നെ ഇതിന് വേര് പിടിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. കണ്ടോ, ഇതിപ്പം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പം കണ്ടോ, ഇത്രയായി. ഞാൻ ചെറിയൊരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചതാണേ. അടുത്തതായിട്ട് ഞാൻ വേറൊരു സ്റ്റെമ്മിനെ വേറൊരു തണ്ട് കണ്ടോ ഇതുപോലെ ഞാൻ വെച്ചതാണ്. സക്കർ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ കളയാതെ ഞാൻ ഇതിലോട്ട് വെച്ചതാണ്. കണ്ടോ, ഇതിൻ്റെ റൂട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് റൂട്ട് പിടിപ്പിച്ചെടുത്തിട്ട് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നിറയെ ആ ചെടിയിൽ നിറയെ കായ്കൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ഇതുപോലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് എടുക്കണം. അതിൻ്റെ ഹോൾസ് കണ്ടോ, അടിയിൽ ഹോൾസ് ഇട്ടിട്ടുണ്ടേ. ഇതിലേക്ക് നമ്മൾ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണേ. നമുക്കറിയാം, നമ്മൾ ചകിരിച്ചോറ് നമ്മൾ കട്ടയായിട്ട് നമുക്ക് കിട്ടുന്ന ആ ബ്ലോക്കായിട്ട് കിട്ടുന്ന അതിനെ ഉണ്ടല്ലോ നമ്മൾ കുതിർത്തൊക്കെ എടുത്ത് സാഫൊക്കെ ഇട്ട് അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എടുത്ത് നല്ല രീതിയിൽ കഴുകിയെടുത്ത ചകിരിച്ചോറാണിത്. ഇതിലേക്ക് നമുക്ക് സ്റ്റെമ്മ് വെച്ച് കൊടുത്താൽ മതിയേ. ഇതേപോലെ നമുക്കതിനെ ഈ ചകിരിച്ചോറിൽ മാത്രമാണ് ഇതിനെ നമ്മൾ നട്ടു കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ വെള്ളം നനവ് മാത്രം നോക്കി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഷെയ്ഡിൻ്റെ കീഴിൽ നമ്മൾ വെച്ച് കൊടുക്കുക. ഇതൊരു 3 ദിവസം കൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇതിന്
റൂട്ട് വരുവേ. അതാണ് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാലുള്ള ഒരു ഗുണം. അപ്പം വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഈ സ്റ്റെമ്മ് അളിഞ്ഞു പോകും. അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നനവ് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ കണ്ടോ നട്ടു കൊടുത്തിരിക്കുന്ന കണ്ടോ, ഇത് ഞാൻ നേരത്തെ നിങ്ങളെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുപോലെ നട്ടു കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ കണ്ടോ ഈ തക്കാളി ഇവിടെ നട്ടു കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ പാഷൻ ഫ്രൂട്ടും കൂടെ നട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ രീതിയിലാണ് നമ്മളിവിടെ നട്ടു കൊടുത്തിരിക്കുന്നത്. അതിനെയും നമ്മുടെ ഈ നടീൽ രീതി എങ്ങനെയാണെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണേ. ആദ്യമേ നമ്മൾ മണ്ണിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് ഡോളോമൈറ്റ് ചേർത്ത് നമ്മളൊരു 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസമെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണേ. അങ്ങനെ ഡോളോമൈറ്റ് ചേർത്ത മണ്ണ്, അതിനോടൊപ്പം നമ്മൾ കുറച്ച് ചാണകപ്പൊടി ചേർക്കാം, എല്ലുപൊടി ചേർക്കാമേ, പിന്നെ വേപ്പിൻ പിണ്ണാക്കും ചേർക്കാം. അങ്ങനെ ചേർത്ത മിക്സാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. അതിന് ഞാൻ ഈ ഒരു ബോക്സിലാണ്, ഈ ബാറ്ററിയുടെ ബോക്സിലാണ് ഇത് നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം അടിയിൽ ഇട്ട് കൊടുത്തത് കരിയിലയാണ്. നല്ല പൊടിഞ്ഞ തേക്കിൻ്റെ കരിയിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇട്ടതിന് ശേഷമാണ് ഈ മിക്സ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നല്ല ലൂസായിട്ടുള്ള മണ്ണായിരിക്കണം തക്കാളി കൃഷിക്ക് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ തക്കാളി കൃഷിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല രീതിയിൽ നമുക്ക് തക്കാളി ഉണ്ടായി കിട്ടുന്നതാണേ. അതിനുശേഷം നമുക്കതിലേക്കൊരു കുഴിയെടുത്തിട്ട് നമുക്കുണ്ടല്ലോ ഈ പിന്നെ സൂഡോമോണസ് നമുക്ക് ഒരു 1/2 സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഒരു തക്കാളിക്ക് നമുക്കൊരു 1/2 സ്പൂൺ എന്ന കണക്കിൽ ഇട്ട് കൊടുക്കാം. നമുക്കറിയാം സൂഡോമോണസ് മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെ തടയുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ കുഴിച്ചു വെക്കുമ്പോൾ നമ്മൾ സൂഡോമോണസ് എന്തായാലും യൂസ് ചെയ്യണം. ഈ മണ്ണ് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് സൂഡോമോണസ് ഇട്ടാൽ ഒന്നും കൂടെ നല്ലതാണ്. അതിന് ഞാൻ ആദ്യം ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിമിണ്ണാക്കൊക്കെ ഇട്ട സമയത്ത് തന്നെ ഞാൻ കുറച്ച് സൂഡോമോണസും കൂടി ഇട്ടായിരുന്നേ. നല്ല രീതിയിൽ വേര് വന്നിരിക്കുന്ന തക്കാളിയുടെ തൈ കണ്ടോ, ഇത് നമ്മൾ സക്കർ വെച്ച് പിടിപ്പിച്ചെടുത്തതാണേ. അപ്പോൾ നമ്മളതിനെ കളയാതെ ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, നമ്മളതിനെ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. അടുത്തൊരു തൈയും കൂടെ നമുക്കിതുപോലെ നട്ടുകൊടുക്കാം. എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയേ ഇതിൻ്റെ റൂട്ടുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ, കണ്ടോ. ഇത് നമുക്കതുപോലെ നട്ടു കൊടുക്കാം. ഇനി നമുക്കിതിന് വെള്ളം നനച്ചു കൊടുക്കാം. നമ്മളിവിടെ കണ്ടോ, ഇവിടെ നട്ട് പിടിപ്പിച്ചിരിക്കുകയാണേ. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന തണ്ടുകളെയൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണേ. മണ്ണിൽ നിന്ന് അതിന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മണ്ണിലേക്ക് മുട്ടുമ്പോൾ. അപ്പോൾ മണ്ണിലേക്ക് മുട്ടുന്ന തണ്ടുകളെ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാ ആഴ്ചയും ഉണ്ടല്ലോ നമ്മൾ പിന്നെ ഡോളോമൈറ്റ് ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണേ. അതുപോലെ തന്നെ അടുത്ത ആഴ്ചയെ നമുക്ക് സൂഡോമോണസ് അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ഇതിൻ്റെ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമേ. അപ്പം നമുക്ക് ആ വാട്ടരോഗം ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഈ തക്കാളി ചെടിയെ രക്ഷിച്ചെടുക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു പോയിന്റ്, നമ്മൾ വെള്ളം ഇങ്ങനെ ചുവട്ടിലോട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ റൂട്ടൊക്കെ ഇങ്ങനെ തെളിഞ്ഞെളിഞ്ഞ് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, അതിൻ്റെ ചുവട്ടിലിടയ്ക്കൊക്കെ കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ നമുക്ക് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തും ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാമേ. അപ്പോൾ എപ്പോഴും നമ്മൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ നല്ല ലൂസായിട്ടുള്ള മണ്ണായിരിക്കണം. അതിന് കരിയിലയൊക്കെ നമ്മൾ 2 ലെയറായിട്ടൊക്കെ ഇട്ട് കൊടുത്താലും നല്ലതാണേ. ഞാൻ അങ്ങനെയാണ് ഇതിവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഉണങ്ങിയ കരിയില ഇട്ട് കൊടുത്ത് നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ നല്ല രീതിയിൽ തക്കാളി നമുക്ക് കിട്ടും. ഈ ചൂട് സമയത്ത് നമ്മൾ തക്കാളിയുടെ ചുവട്ടിൽ ഉണങ്ങിയ കരിയില പൊതയിട്ട് കൊടുക്കാനും മറന്നു പോകരുതേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ ചൂട് തട്ടാതെ ഇരിക്കും നമ്മുടെ ചെടിക്ക്. പിന്നെ നമ്മൾ രാവിലെയും വൈകിട്ടും തക്കാളിയെ നനച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കണ്ടില്ലേ, ഇത് നമ്മൾ വെച്ച് പിടിപ്പിച്ചു. അതിനൊരു പിന്നെ ഒരു 20 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഇതിലിങ്ങനെ നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ട് കായും പിടിച്ചു കിട്ടി. അപ്പോൾ നിറയെ കായ്കളുണ്ടാവും. നമ്മൾ ഈ സൂഡോമോണസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ അത് ചെടിക്ക് ഒത്തിരി ഗുണം ചെയ്യുമേ. നല്ല ഒരു പ്രതിരോധ ശക്തി നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നതാണ് സൂഡോമോണസ്. അപ്പോൾ അത് നമ്മൾ എല്ലാ ആഴ്ചയും കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് സ്റ്റെറാമിലാണെങ്കിലും നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാമേ. അതിൽ മൈക്രോ ന്യൂട്രിയൻറ്റും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാം. പിന്നെ
പിന്നെ നിറയെ കായ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വലുതായ ചെടികൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്, ഇതുപോലെ പൂക്കളൊക്കെ ആകാറായി കഴിയുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. വിനാഗിരി കൊണ്ട് നമുക്കൊരു സൂത്രം ചെയ്ത് കൊടുക്കാം. അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കൊല കുത്തി നമ്മുടെ ചെടികൾക്ക് കായ്കൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നമ്മൾക്ക് ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ഈ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഒരിക്കലും വിനാഗിരി കൂടി പോരുത്. വിനാഗിരി കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ദോഷം ചെയ്യും. അപ്പം ചെറിയ സ്പൂണില്ല, ഒരു സ്പൂൺ അല്ലെ ഒരു അടപ്പൊക്കെ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഒരടപ്പ് വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എപ്സം സോൾട്ടും നല്ലതാണ്, അതും കൂടി പോവാതെ ഈ പറഞ്ഞ അളവിൽ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചെടികളിൽ നിറയെ കായ്കൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ചെറിയ ചെടി ആയിരിക്കുമ്പോൾ നമ്മൾ എപ്സം സോൾട്ടോ വിനാഗിരിയോ ഒന്നും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇതിൽ തക്കാളി ധാരാളം പിടിച്ചിട്ടുണ്ട്.